ഷാഫി പറമ്പിൽ എന്തോ ചില മാധ്യമങ്ങൾ കുറെ കോൺഗ്രസ്സുകാരെ പല ഭാഗത്തും കൂട്ടിക്കൊണ്ട് വന്ന് ജഹോഹിയാക്കിയാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. ഒരു ദിവസം രാവിലെ ഒരുത്തം വന്നാൽ അങ്ങ് പിന്നമക്കേരി കളിയുന്ന ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. പൊട്ടിയുണ്ടാവും ഷുവറാ. തിരക്കൂട്ടല്ലേ പുണ്യാള, റിസൾട്ട് വരട്ടെ. ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന വടകരയിൽ 2479 വോട്ടുകൾ ഈ ഘട്ടത്തിൽ കെ ശൈലജ ലീഡ് ചെയ്യുന്നു. ഷാഫി തിരിച്ചുപിടിച്ചിരിക്കുന്നു. 979 വോട്ടിന് ഷാഫി പറമ്പിൽ ലീഡ് തിരിച്ചുപിടിച്ചു. വടകരയിൽ 30,000 കടന്നിരിക്കുന്നു ഷാഫി പറമ്പിൽ. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട്. UDF അനുകൂലമായിട്ടാണ് കാണുന്നത്. ആ കൂട്ടത്തിൽ വടകര ഷാഫി പറമ്പിൽ മുന്നിലായിട്ടാണ് ഇപ്പോഴുള്ളത്. ഷാഫി പറമ്പലിന്റെ ലീഡ് 1,11,083. അതായത് ഭൂരിപക്ഷമാണ് അവിടെ. ഭൂരിപക്ഷമാണ് അവിടെ. വടകരയിൽ ഇത്രയും വലിയ പോരാട്ടം നടന്നിട്ടും 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുക എന്നത് ചെറിയ കാര്യമല്ല. വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% വോട്ട് പിടിച്ചു. അപ്പോൾ ഈ ആരോപണങ്ങളെ കൊണ്ട് അവിടുത്തെ ജനം കടലിൽ തള്ളി എന്ന് പറയാം. വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% വോട്ട് പിടിച്ചു. അപ്പോൾ ഈ ആരോപണങ്ങളെ കൊണ്ട് അവിടുത്തെ ജനം കടലിൽ തള്ളി എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ചിരിച്ചു. അത് അല്ല, നിങ്ങൾ ചിരിക്കുക ചെയ്യാൻ നിനക്കറിയാം. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ്. എന്താണ്ടാ യൂസഫേ നിന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ പൊട്ടാൻ കാരണം? അത് നമുക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയവരെ കുറിച്ച് അത്ര നല്ല പേരല്ലുള്ളത്. രണ്ടും നെഗറ്റീവായി. വടകരയുടെ തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞാണ് വടകര മറുപടി നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി വൃഥാശ്രമം നടത്തിയ ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നും അഭ്യർത്ഥിക്കുന്നു. ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവ മുടിയും. കേരളത്തിലുണ്ടായിട്ടുള്ള വിധിയെഴുത്ത് പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിധിയെഴുത്താണ്. ആ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. നാടിന്റെ സമാധാനത്തിനും പുരോഗതിക്കും ഐക്യത്തിനും അവർ വോട്ട് രേഖപ്പെടുത്തി. ആ വോട്ടുകളാണ് ഞങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങള് തോറ്റേന്റെ സങ്കടം ആഘോഷിക്കുക. എന്റെ എല്ലാ മാനവും പോയി. ഭയങ്കര വിഷമിക്കല്ലേ പാപ്പിച്ചായ? പാപ്പിച്ചായന് സെക്കൻഡില്ലേ? ഇലക്ഷനിലെ ഇവിടെ നടത്തേണ്ടി സെക്കൻഡ്. ഈ വടകര എത്ര കണ്ട ജനങ്ങളാണ്. ഒരു ദിവസം രാവിലെ ഒരുത്തം വന്നാൽ അങ്ങ് പിന്നമക്കേരി കളിയുന്ന അതിൻ്റെ അകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോണ്ട്.